ദിലീപ് കുമാർ, ഈ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇദ്ദേഹം വളരെ സജീവമാണ്. സാധാരണ ബിസിനസ് ഒരു പരിധിയിൽ കൂടുതൽ ഉയർന്നു പോയി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള പോസിറ്റീവ് പോസ്റ്റുകളൊക്കെ തന്നെ കാണുമ്പോൾ തീർച്ചയായിട്ടും ആ വിജയരഹസ്യം അതെന്താണ് എന്ന് കാണാൻ കൗതുകമാണ്. അപ്പോൾ അതിൽ ഇദ്ദേഹത്തിന് കാറുകളോടുള്ള ഒരു താല്പര്യം, ഏറ്റവും പുതിയ മോഡൽ കാറുകളൊക്കെ സ്വന്തമാക്കുന്നത്, അതുപോലെ ആ രീതിയിൽ ഒരുപാട് വിശേഷങ്ങൾ സ്ഥിരം പങ്കുവെക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് വളരെ ഞെട്ടലുണ്ടാകുന്ന ഒരു കാര്യമാണ്. മനേഷ് കൂടി നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മനേഷ്, ഏറ്റവും പുതിയ വിവരങ്ങൾ, ഇത് ഇ ഡിയുടെ റെയ്ഡ് എപ്പോഴാണ് തുടങ്ങിയത്? ഇത് ഇദ്ദേഹത്തിനെ നേരത്തെ അറിയിച്ചിരുന്നോ? ഇതിനു മുൻപ് ദിവസങ്ങളായി ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ടെങ്കിലും ഇന്നിപ്പോൾ രാവിലെ മുതലാണോ ഇ ഡി റെയ്ഡ് ഉണ്ടായത്? ഇദ്ദേഹം ഇപ്പോൾ ആത്മഹത്യ ചെയ്തത് അതെപ്പോഴാണ്? കുടുംബാംഗങ്ങൾ കൂടെ ഉണ്ടായിരുന്നോ? മറ്റെന്തെല്ലാം വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്? സ്മിത, ബംഗളൂരു റിച്ച് മൗണ്ട് സർക്കിളിലെ ഓഫീസിനകത്ത് വെച്ചാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഓഫീസിൽ റെയ്ഡ് നടക്കുകയായിരുന്നു. അത് ഇൻകം ടാക്സിന്റെയും അതുപോലെ തന്നെ പറഞ്ഞ രീതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും റെയ്ഡുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അത് ഇന്നലെയും ഇന്നുമൊക്കെയായി അവിടെ പരിശോധനകൾ നടക്കുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും ഈ പരിശോധന വലിയ ഒരു മാനസിക പ്രയാസത്തിലേക്ക് CJ റോയ് എത്തിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ വേഗത്തിലെടുത്ത ഒരു തീരുമാനം എന്ന നിലയിൽ അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെയാണ് കാണേണ്ടത് ഇതിനെ. അതായത് ഓഫീസിനകത്ത് വെച്ച് തന്നെയാണ് ഈ ഒരു കാര്യത്തിലേക്ക് അദ്ദേഹം പോയത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്. സ്വന്തം കയ്യിലുണ്ടായിരുന്ന ലൈസൻസുള്ള റിവോൾവർ വെച്ച് സ്വയം വെടിയുതിർക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. വളരെ വേഗത്തിൽ തന്നെ HSL ലേഔട്ടിലുള്ള നാരായണ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയി. പക്ഷേ അവിടെ എത്തുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ നിലവിൽ ഇപ്പോൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവിടെ പരിശോധനകൾ നടത്തുകയാണ്. എന്താണ് ഈ ഒരു തീരുമാനത്തിലേക്ക് CJ റോയ് എത്തിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സ്മിത സൂചിപ്പിച്ചതുപോലെ പലതവണ വലിയ പ്രതിസന്ധികളെ ഒക്കെ ഉണ്ടായെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ വിജയം കൈവരിച്ച ഒരു വ്യക്തിയാണ് CJ റോയ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പല ഈ പറഞ്ഞ റിയാലിറ്റി ഷോകളുടെയും ഒക്കെ പ്രധാനപ്പെട്ട സ്പോൺസറായിരുന്നു CJ റോയ്. അവർ ഈ പറഞ്ഞ രീതിയിൽ ഓരോ ഷോയിലും അദ്ദേഹം പങ്കെടുക്കുമ്പോൾ കുട്ടികൾക്ക് നൽകുന്ന കോൺഫിഡൻസ് ഒക്കെ എന്ന് പറയുന്നതൊക്കെ നമ്മളെപ്പോഴും കാണുന്നതാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ആർട്ടിക്കിളുകളിലായാലും ഇന്റർവ്യൂകളിലായാലും ഒക്കെ നമ്മൾ കാണുന്നതാണ്. അത്ര ഒരു വലിയ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ ബിസിനസ് രംഗത്തെ നോക്കി കണ്ടിരുന്ന ഒരാളാണ്. വളരെ നിരവധി പ്രതിസന്ധികൾ കൂടെ കടന്നു വന്ന ഒരാളാണ്. ആ ഒരു വ്യക്തി ഈ ഒരു ED റെയ്ഡിന്റെ അല്ലെങ്കിൽ IT റെയ്ഡിന്റെ പേരിൽ പെട്ടെന്ന് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു എന്ന് പറയുന്നത് എന്താണ് അതിലേക്ക് എത്തിച്ചത് എന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബംഗളൂരുവിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇപ്പോൾ റിച്ച് മൗണ്ട് സർക്കിളിലുള്ള ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന്റെ ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ പരിശോധനകൾ നടക്കുന്നുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു ദാരുണ സംഭവം തന്നെയാണ്, അതിദാരുണ സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇത്ര വലിയ ഒരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമ, ഇന്ത്യയിലും വിദേശത്തുമൊക്കെ ധാരാളം ബിസിനസ് സംവിധാനങ്ങളുള്ള അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങളുള്ള ഒരു വ്യക്തി ഒരു IT റെയ്ഡിന്റെ അല്ലെങ്കിൽ ഒരു ED റെയ്ഡിന്റെ പേരിൽ ഈ രീതിയിലുള്ള ഒരു അതിസങ്കടകരമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു എന്നത് എന്തായാലും അവിശ്വസനീയമായ ഒരു കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ അത്ര ആത്മവിശ്വാസമില്ലാത്ത ഒരാളൊന്നുമല്ല CJ റോയ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഓരോ ഘട്ടങ്ങളിലും അദ്ദേഹത്തിന്റെ തിരിച്ചുവരവൊക്കെ അദ്ദേഹം തന്നെ പല ഇടങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ അത്രയും ആത്മവിശ്വാസമുള്ള ഒരു മനുഷ്യൻ വളരെ വേഗത്തിൽ ഈ പറഞ്ഞ 1-2 ദിവസങ്ങളുടെ ഒരു റെയ്ഡ് ED ആണെങ്കിലും അല്ലെങ്കിൽ IT റെയ്ഡ് ആണെങ്കിലും അതിന്റെ പേരിൽ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് എന്തായാലും അത്ര അവിശ്വസനീയമായ ഒരു കാര്യം തന്നെയാണ്. എന്തായാലും പോലീസ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. വലിയ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ റിച്ച് മൗണ്ട് സർക്കിളിലെ ഓഫീസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പലരും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ അവർ എന്തായാലും പ്രാഥമിക ഘട്ടത്തിൽ പരിശോധന നടത്തുന്നു. HSL ലേഔട്ടിലുള്ള ആശുപത്രിയിലാണ് മൃതദേഹം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ അവിടേക്കാണ് അദ്ദേഹത്തെ കൊണ്ടുപോയത്. പക്ഷേ അവിടെ എത്തുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും അടുത്ത സമയങ്ങളിൽ തന്നെ കൂടുതൽ വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങളിലേക്ക് എന്തായാലും എത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്മിത. മനേഷ് മൂർത്തിയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ മണിക്കൂറിലെത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, വളരെ അപ്രതീക്ഷിതമായ വിയോഗം. കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഉടമ CJ റോയ് ജീവൻ ഒടുക്കി എന്നുള്ള വാർത്ത. സ്വയം വെടിവെച്ച് മരിച്ചത് ED റെയ്ഡ് നടക്കുന്നതിനിടെയായിരുന്നു. തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മനേഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് 57 വയസ്സായിരുന്നു. വർഷങ്ങളായി കേരളത്തിലെ ബിസിനസ് മേഖലയിൽ സജീവ സാന്നിധ്യമാണ് CJ റോയ്.
കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലൊട്ടാകെ, ഇന്ത്യക്ക് പുറത്തും ബിസിനസ് സാമ്രാജ്യം വിപുലീകരിക്കുന്നതിൽ വളരെ വിജയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദാരുണമായ അദ്ദേഹത്തിന്റെ ഈ വിയോഗ വാർത്ത എത്തുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.